ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു കക്ക ഇറച്ചിയുടെ ഫ്രൈ നോക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കക്ക ഇറച്ചിയുടെ ഫ്രൈ ആണ്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാൻ ഇവിടെ കക്ക ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഇത് വേണമെങ്കിൽ കുക്കറിലും വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ചട്ടിയിൽ വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. കുക്കറിലാകുമ്പോൾ നമുക്കൊരു 5-6 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതിയാകും. ഇനി നമുക്കിത് അടച്ചു വെച്ച ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 30 മിനിറ്റെങ്കിലും കുക്ക് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്കിത് ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ വെള്ളത്തിൽ നിന്ന് ഊറ്റിയാണ് ഞാൻ എടുക്കാറുള്ളത്. ചിലർ ഈ വെള്ളം വറ്റിച്ചെടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വെള്ളത്തിൽ നിന്ന് ഊറ്റി ഇതുപോലെ എടുത്തിട്ട് ഒരു സ്ട്രെയിനറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ കക്ക കുക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു ഇരുമ്പ് ചീഞ്ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ചൂടായ ശേഷം ഇതിലേക്ക് പെരുംജീരകം ഇട്ടൊന്ന് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് അത് മൂപ്പിച്ചെടുക്കണം. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 2 ടൈപ്പ് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെരുംജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. ഇനി നമുക്കിത് പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ റോ ടേസ്റ്റ് ഒക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി ചേർത്ത് കൊടുക്കാം. ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കക്ക കുക്ക് ചെയ്ത സമയത്തും അതുപോലെ തന്നെ സവോളയൊക്കെ വഴറ്റാൻ നേരം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല ബ്ലാക്ക് കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് സമയം എടുക്കും. അപ്പോൾ നോൺ സ്റ്റിക്ക് പാനൊക്കെ ആകുമ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും ഇത് ഫ്രൈ ആയി കിട്ടാനായിട്ട്. ഞാനിവിടെ കാസ്റ്റ് എണ്ണ ചീനച്ചട്ടിയാണല്ലോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ ഇതുപോലെ ബ്ലാക്ക് കളറായി കിട്ടും. ഇതുപോലെ ബ്ലാക്ക് കളറായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറി ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കക്ക ഇറച്ചിയുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കക്ക ഇറച്ചി ഫ്രൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കക്ക ഇറച്ചിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റം ആണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിനുശേഷം ഫീഡ്ബാക്ക് തരാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്കിനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കക്ക ഇറച്ചിയുടെ ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. നെക്സ്റ്റ് റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.